വീണ്ടും കുറച്ച് ഡൽഹി വിശേഷങ്ങൾ കേട്ടാലോ? എല്ലാവർക്കും നമ്മുടെ ഡൽഹി വിശേഷം പാർട്ട് 2ലേക്ക് സ്വാഗതം. ഡൽഹി പോയ എന്തായാലും നമ്മൾ പോകാറുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അതിലൊന്നാണ് കുത്തബ് മിനാർ. ഇഷ്ടം മൂവിയിൽ ദിലീപ് ഹൈറ്റുള്ള രണ്ടുപേരുടെ ഇടയിൽ എന്ന് പറയാറില്ലേ, ഇതെന്താ കുത്തബ് മിനാറോ എന്ന്? ആ കുത്തബ് മിനാർ തന്നെ. ഏത് ക്വിസിന് പോയാലും ചോദിക്കുന്നൊരു ചോദ്യമല്ലേ, കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് ആര്? അവിടെ നിന്നാണ് നമ്മളൊക്കെ കുത്തബ് മിനാറിനെ പരിചയപ്പെട്ട് തുടങ്ങിയത്. ക്ലോക്ക് റൂമിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് അവിടുന്ന് ടിക്കറ്റും എടുത്ത് നേരെ കുത്തബ് മിനാർ കാണാൻ കയറി. ഇത് ആക്ച്വലി ഒരു വിക്ടറി ടവറാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ കയറിയിരുന്നപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് രാഷ്ട്രപതി ഭവൻ മ്യൂസിയം കാണാനാണ് കേട്ടോ. അവിടെ നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള കുറേ അവാർഡ്സും മെഡൽസും ഒക്കെയാണ്. അതിൻ്റെ ഒന്നും അധികം ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടില്ല. ഇനി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുടെ ഫോട്ടോ എടുത്ത് പോലീസ് എങ്ങാനും പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് കൂട്ടിക്കോളൂ. പിന്നെ നമ്മൾ കണ്ടത് ലോകാത്ഭുതങ്ങളിലൊന്നായ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം അഭിമാനം താജ്മഹലാണ്. ഡൽഹി ടു ആഗ്ര നമ്മൾ ട്രെയിനായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. 2 hours ഒക്കെ ട്രെയിനിൽ കാണിക്കുന്നത്. പക്ഷേ മഞ്ഞായതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിലും കൂടുതൽ സമയം നമുക്ക് എടുത്തിരുന്നു. ടിക്കറ്റ്സ് നമുക്കൊരു 1 week മുന്നേ ബുക്ക് ചെയ്യാം. 200 rupees ഒരാൾക്ക് വരുന്നത്. ഒരു രീതിയിലുള്ള ഫുഡ് ഐറ്റംസും ഇങ്ങോട്ട് അലൗഡ് അല്ല. അവരതെടുത്ത് പുറത്ത് വലിച്ചെറിയുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും പുറത്ത് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. യമുന നദിയുടെ തീരത്തുള്ള ഐവറി വൈറ്റ് മാർബിളിൽ തീർത്തിട്ടുള്ള പ്രണയ സൗധം എന്നൊക്കെ കവികൾ പറയുന്നത് വെറുതെ അല്ല. അവിടെ പോയി അതിൻ്റെ ഒരു ഭംഗി കണ്ടാലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഷാജഹാനെയും മുംതാസിനെയും ഒന്നും ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തണ്ടല്ലോ. ഒരു ടോംബും ഇതിനകത്ത് തന്നെയാണുള്ളത്. ഇതിനൊരു ആർക്കിടെക്ചറിനുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഇൻഡോ ഇസ്ലാമിക് മുഗൾ ആർക്കിടെക്ചറാണ് ഇതിലൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടത് റെഡ് ഫോർട്ടാണ്. ലാൽ കില എന്നും പറയും. ഇതും ഷാജഹാൻ തന്നെ പണി കഴിപ്പിച്ചതാണ്. മുഗൾ രാജാക്കന്മാരുടെ ഒരു പ്രധാന റെസിഡൻസ് ആയിരുന്നു ഇവിടെ. റെഡ് ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജുമാ മസ്ജിദ് ഉള്ളത്, ഒരു നമസ്കാര പള്ളി. ഇതും ഷാജഹാൻ പണി കഴിപ്പിച്ചത് തന്നെയാണ്. ഇതൊരു മെയിൻ ഫുഡ് സ്പോട്ടാണ്. പക്ഷേ എനിക്കെന്തോ അവിടുത്തെ ഫുഡ് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് അവരുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാനായിട്ടായിരിക്കും. പിന്നെ ഡൽഹിയിലെ വൺ ഓഫ് ദ ഫേമസ് മാർക്കറ്റ് അല്ലേ ചാന്ദിനി ചൗക്ക്, അത് ഇവിടെ തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്തത് അക്ഷർധാം ആയിരുന്നു, അക്ഷർധാം ടെമ്പിൾ. ഇതും യമുന നദിയുടെ തീരത്തുള്ള ഒരു സ്വാമിനാരായണ ടെമ്പിളാണ്. നമ്മുടെ ഗുരുവായൂർ അമ്പലമൊക്കെ പോലെ ഭയങ്കര തിരക്കായിരുന്നു ഇതിനകത്തേക്ക് കയറാൻ. ഇനി അടുത്ത കാഴ്ചകളുമായിട്ട് വൈകാതെ കാണാം. അതുവരേക്കും ബൈ.